MDMA കേസ് പ്രതി മുഹമ്മദ് ഹുസൈൻ 5 വർഷമായി VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ. മുഹമ്മദ് ഹുസൈന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ തന്നെ ഇത് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയതിൽ അഭിമാനമെന്നും ഹുസൈന്റെ പോസ്റ്റ്. രാവിലെ തനിക്ക് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ തന്നെ ഇല്ലെന്നായിരുന്നു രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ വാദം. സ്വന്തമായി സോഷ്യൽ മീഡിയ ടീമോ കോർഡിനേറ്ററോ ഇല്ലെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവകാശപ്പെട്ടത്. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിൻ്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ മുഖ്യമന്ത്രിയുടെ അവകാശവാദങ്ങൾക്ക് നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. MDMA കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് ഹുസൈൻ മുസാഫിർ ഈ വർഷം മാർച്ച് 29-ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റാണ് സതീശന്റെ അടുത്ത കള്ളവും പൊളിച്ചത്. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ സോഷ്യൽ മീഡിയ ടീമിൽ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമെന്നായിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഹുസൈൻ മുസാഫിർ എഴുതിയത്. അതായത് 2021-ൽ പ്രതിപക്ഷ നേതാവായി തുടങ്ങിയ കാലം മുതൽ VD സതീശനും ഹുസൈൻ മുസാഫിറും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പോസ്റ്റിൽ വ്യക്തം. ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന, ആവശ്യങ്ങൾ നിറവേറ്റി തന്ന പ്രിയ നേതാവെന്നാണ് സതീശനെ പോസ്റ്റിൽ MDMA കേസ് പ്രതി വിശേഷിപ്പിക്കുന്നത്. ഹുസൈൻ മുസാഫിറിന്റെ എന്താഗ്രഹമാണ് സതീശൻ സാധിച്ചു കൊടുത്തത്? എന്താവശ്യമാണ് സതീശൻ നിറവേറ്റി കൊടുത്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ചോദ്യങ്ങളാണത്. VD സതീശൻ ഇന്ന് കേരളത്തോട് പറഞ്ഞ 2 കള്ളങ്ങളാണ് ഹുസൈൻ മുസാഫിറിന്റെ ഒറ്റ പോസ്റ്റിലൂടെ പൊളിഞ്ഞു വീഴുന്നത്. 2023-ൽ നവകേരള സദസ്സിന്റെ സമയത്ത് ലാത്തിച്ചാർജ് നടന്നപ്പോഴാണ് ഹുസൈനെ പരിചയപ്പെട്ടതെന്നായിരുന്നു ആദ്യത്തെ കള്ളം. തനിക്ക് സോഷ്യൽ മീഡിയ ടീമോ കോർഡിനേറ്ററോ ഇല്ലെന്നായിരുന്നു രണ്ടാമത്തെ കള്ളം. 2021 മുതൽ സതീശനും MDMA കേസ് പ്രതി ഹുസൈൻ മുസാഫിറും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് ഇപ്പോൾ തെളിവുകൾ സഹിതം ബോധ്യപ്പെട്ടിരിക്കുന്നു. നുണകൾ പറഞ്ഞ് ഇനി എത്ര കാലം മുന്നോട്ടു പോകാൻ കഴിയുമെന്നതാണ് VD സതീശൻ നേരിടുന്ന വെല്ലുവിളി. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.